നമസ്കാരം. എൻ്റെ പേര് നിതിൻ രാജ. ഞാൻ ബാലസംഘം നാലാഞ്ചിറ മേഖലയിലെ നവമാധ്യമ കൺവീനറാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം കുട്ടികളുടെ അവകാശങ്ങൾ. ഏത് കുട്ടിക്കും പരിചരണം ആവശ്യമാണ്. മനുഷ്യ ശിശു ജന്തുജാലങ്ങളെ പോലെയല്ല പൗരനാകും വരെ ഉള്ള വളർച്ച രാജ്യത്തിനെ പോലും വികസനത്തിന് കാരണമാണ്. വ്യക്തി വികാസം അവനും ലോകത്തിനും ഗുണകരമാകും. അതിനാൽ അന്താരാഷ്ട്ര സമൂഹം നമ്മുടെ ഇന്ത്യയൊക്കെ കുട്ടികൾക്ക് ധാരാളം തരത്തിലുള്ള സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ചൈൽഡ് റൈറ്റ്സ്. ഇത്രയൊക്കെ സംരക്ഷണം ലഭിക്കുമ്പോഴും നാം അറിയാതെ ചില നിഷേധങ്ങൾ സമൂഹത്തിൽ നടക്കാറുണ്ട്. ഭക്ഷണം പോലും ചില കുട്ടികൾക്ക് നേരെ ലഭിക്കാറില്ല. ഇത് ചൈൽഡ് റൈറ്റ്സ് ലംഘനമാണ്. ഏത് മതം സ്വീകരിക്കണമെന്നത് കുട്ടിയുടെ അവകാശമാണ്. എന്നാൽ അതിനുള്ള അവസരം കൊടുക്കാതെ മതം കുത്തിവയ്ക്കുകയാണ് സമൂഹം. ഇത് ചൈൽഡ് റൈറ്റ്സ് ലംഘനമാണ്. പഠനം വെറും എഴുത്തും കാണാതെ പഠിക്കലുമായി ഇന്നും തുടരുകയാണ്. ഇത് അവകാശ ലംഘനമാണെന്ന് അധ്യാപകരും രക്ഷിതാക്കളോ അറിയുന്നില്ല. ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾ പോലും അവർ മുടി വളർത്താൻ സമ്മതിക്കുന്നില്ല. ഇത് ചൈൽഡ് റൈറ്റ്സ് ലംഘനമാണ്. ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ കുട്ടികളിൽ നിർബന്ധമായി പഠിക്കേണ്ടി വരുന്നു. സ്കൂളുകളിൽ കായികപരമായുള്ള ഇത് കുറവാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നീ സ്പോർട്സുകൾ സ്കൂളുകളിൽ വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ വളർന്നു വരുമ്പോൾ കുട്ടികളിൽ ഫുട്ബോൾ പ്ലെയറാവും, ക്രിക്കറ്റ് പ്ലെയറാവും, അങ്ങനെ വരാം. പക്ഷേ സ്കൂളുകളിൽ അതിനുള്ള അവസരം ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രക്ഷിതാക്കൾക്ക് നമ്മൾ അവയർനെസ് ക്ലാസുകൾ കൊടുക്കേണ്ടതാണ്. ലൈംഗിക വിദ്യാഭ്യാസം എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരേണ്ടതാണ്. നന്ദി.